നമസ്കാരം. ഈ മലയാളത്തിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രധാനപ്പെട്ട ഓഹരി സൂചികൾ തിരിച്ചടി നേരിട്ടെങ്കിലും ആഴ്ചക്കാലയളവിൽ നേട്ടം കരസ്ഥമാക്കിയാണ് ഇന്ത്യൻ ഓഹരി വിപണി ഓഗസ്റ്റിലെ അവസാന വ്യാപാരാഴ്ചയിലേക്ക് കടന്നെത്തുന്നത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കെതിരെ ചുമത്തുന്ന അധിക 25% തീരുവ ഓഗസ്റ്റ് 27 മുതൽ നടപ്പിലാകാൻ പോവുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ഓഹരി വിപണിയിൽ എന്ത് സംഭവിക്കും? നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 4 ഘടകങ്ങൾ എന്തൊക്കെ? നിഫ്റ്റിയിൽ ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെ? ഇത്രയും വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ചത്തെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ തുടർച്ചയായി 6 ദിവസത്തെ നേട്ടങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഒരു വെള്ളിയാഴ്ച തിരിച്ചടി നേരിട്ടത്. അത് പ്രധാനമായിട്ടും ആഗോള ഘടകങ്ങൾ അഥവാ US ഫെഡറൽ റിസർവിൻ്റെ ബന്ധപ്പെട്ടിട്ടുള്ള ജാക്സൺ ഹോൾ സിമ്പോസിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആകാംക്ഷയായിരുന്നു വിപണിയിൽ അത് പ്രതികൂലമായി ഭവിച്ചത്. അപ്പം വീക്കെൻഡ് കൂടെ വരുന്നതിനാലുള്ള ഒരു ജാഗ്രത പാലിച്ചതുമൊക്കെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് ഒരു കാരണമായി. അങ്ങനെ നോക്കുമ്പോൾ നിഫ്റ്റി വെള്ളിയാഴ്ച 213 പോയിൻറ്റ് നഷ്ടപ്പെടുത്തി 24,870 ക്ലോസ് ചെയ്തത്. സെൻസെക്സ് ആകട്ടെ 691 പോയിൻറ്റ് നഷ്ടപ്പെടുത്തി 81,306 ക്ലോസ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റി ആകട്ടെ 606 പോയിൻറ്റ് നഷ്ടപ്പെടുത്തി 55,149 ക്ലോസ് ചെയ്തു. പക്ഷേ വെള്ളിയാഴ്ചത്തെ ഒരു തിരിച്ചടി നേരിട്ടെങ്കിൽ പോലും കഴിഞ്ഞ വ്യാപാരാഴ്ച പ്രകടനം നോക്കുകയാണ് തുടർച്ച രണ്ടാമത്തെ വ്യാപാരാഴ്ചയിൽ നേട്ടം കരസ്ഥമാക്കിക്കൊണ്ടാണ് ഇന്ത്യൻ ഓഹരി വിപണി ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ഒരു വീക്ക്ലി ബേസിസ് നോക്കുകയാണെങ്കിൽ BSE മുഖ്യ സൂചിക സെൻസെക്സ് 709 പോയിൻ്റ് അല്ലെ 0.87%, 709 പോയിൻ്റ് നേട്ടത്തോടെയാണ് വീക്ക്ലി ബേസിസിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 239 പോയിൻ്റ് അഥവാ 0.96%. അതായത് രണ്ട് പ്രധാനപ്പെട്ട സൂചികളും ഓഹരി സൂചികളും 1% നേട്ടം വീക്ക്ലി ബേസിസിൽ വെള്ളിയാഴ്ച തിരിച്ചടികൾ നിന്നുള്ള മാറ്റി നിർത്തിയാൽ പോലും ഏകദേശം 1% നേട്ടം കരസ്ഥമാക്കിയാണ് ക്ലോസ് ചെയ്തതെന്ന് സാരം. അപ്പം നിഫ്റ്റിയുടെ ഒരു കഴിഞ്ഞ ആഴ്ചത്തെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ 301 പോയിൻറ്റിൻ്റെ ഉള്ള ഒരു നാരോ ബാൻഡിനുള്ളിലാണ് ഈ ഒരു കഴിഞ്ഞ ആഴ്ച കടന്നു പോയത്. അതായത് 25,154 നിഫ്റ്റിയുടെ ഒരു കഴിഞ്ഞ ആഴ്ചത്തെ ഹൈ പോയിൻ്റ് എങ്കിൽ ലോ എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 24,853. അത് വെള്ളിയാഴ്ച ക്രിയേറ്റ് ചെയ്തതാണ്. ഇനി ഇന്ത്യ വീക്ക് സൂചിക നോക്കുകയാണെങ്കിൽ 5% വീക്ക്ലി ബേസിസിൽ താഴ്ന്നിട്ടുണ്ട്. അങ്ങനെ 11.73 എന്ന നിലവാരത്തിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ബ്രോഡർ മാർക്കറ്റ് നോക്കുകയാണെങ്കിലും ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ് നമുക്ക് കാണാനാവുക. ഇപ്പോൾ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ആകട്ടെ BSE മിഡ് ക്യാപ്പ് ഇൻഡെക്സ് 2%, BSE സ്മോൾ ക്യാപ്പ് ഇൻഡെക്സും 2% നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സെക്ടറൽ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ BSE ഓട്ടോ ഇൻഡെക്സ് 5% നേട്ടം കരസ്ഥമാക്കി. BSE കൺസ്യൂമർ ഡിസ്ക്രിഷണറി, ടെലികോം, റിയാലിറ്റി തുടങ്ങിയ സെക്ടറൽ ഇൻഡിസസുകളും 3% നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം മറുവശത്തെ BSE PSU പവർ ഇൻഡിസസുകളാണ് ഒരു 0.5% നഷ്ടം രേഖപ്പെടുത്തി ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി പുതിയ വ്യാപാരാഴ്ച അല്ലെങ്കിൽ ഓഗസ്റ്റിലെ അവസാന വ്യാപാരാഴ്ചയിലേക്ക് കടക്കുമ്പോൾ ബുധനാഴ്ച ഓഗസ്റ്റ് 27 അവധിയാണ്. ഗണേശ ചതുർത്ഥിയും ബന്ധപ്പെട്ട് ഇന്ത്യൻ ഓഹരി വിപണിയിൽ അവധിയാണ്. അപ്പം വരുന്ന ആഴ്ച 4 ട്രേഡിംഗ് ദിനങ്ങളാണ് നമുക്ക് മുന്നിലുള്ളതെന്ന് സാരം. പിന്നെ ഈ ഒരു പുതിയ വ്യാപാരാഴ്ചയിൽ ഓഗസ്റ്റ് 25 മുതൽ 29 വരെയുള്ള പുതിയ വ്യാപാരാഴ്ചയിൽ വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട 4 ഘടകങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തേതെന്ന് പറയുന്നത് ജാക്സൺ ഹോൾ സിമ്പോസിയത്തിൻ്റെ അവിടുന്ന് വന്നിട്ടുള്ളൊരു ക്ലൂ തന്നെയാണ്. അപ്പോൾ റേറ്റ് കട്ട് US ഫെഡറൽ റിസർവ്, അതായത് അമേരിക്കയുടെ കേന്ദ്ര ബാങ്ക് ഫെഡറൽ റിസർവ് വരുന്ന ഇനി FOMC യോഗങ്ങളിൽ എല്ലായിടത്തെ പലിശ നിർണ്ണയ സമിതികളിലെ യോഗത്തിൽ അടിസ്ഥാന പലിശ നിരക്കുകൾ കുറയ്ക്കുമെന്നുള്ളൊരു സൂചന ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവൽ കൃത്യമായി നൽകിയതാണ് മാർക്കറ്റുകളെ അവിടെ സ്വാധീനിച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ വെള്ളിയാഴ്ചത്തെ മാർക്കറ്റ് ടൈമിന് ശേഷമാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു ഔട്ട്കം അല്ലെങ്കിൽ സൂചനകൾ പുറത്ത് വന്നിട്ടുള്ളത്. അപ്പം നോക്കുകയാണെങ്കിലും അതായത് ജോബ് മാർക്കറ്റ് അവിടുത്തെ US ജോബ് മാർക്കറ്റിൽ വീക്കനിങ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഗ്രോത്തിനും എംപ്ലോയ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള നിലപാടെടുക്കുമെന്നുള്ളതാണ്. അത് മാർക്കറ്റിന് ഇച്ചിരൂടെ ഒരു ഡോവിഷ് ആയിട്ടുള്ളൊരു സിഗ്നലാണ് US ഫെഡറൽ റിസർവ് നൽകിയിട്ടുള്ളത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ US മാർക്കറ്റിൻ്റെ ഒരു ബ്രോഡർ ബേസ്ഡുള്ള ചലനങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ പൊതുവെ കണ്ടുവരുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോഴും ഈ ക്ലൂവിൻ്റെ ഒരു ഇമ്പാക്റ്റും പോസിറ്റീവ് ആയതിനാലും തിങ്കളാഴ്ച രാവിലെ ഒരു പോസിറ്റീവ് നേട്ടത്തോടെ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതകളാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച US മാർക്കറ്റ് വീണ്ടും പുതിയൊരു റെക്കോർഡ് ഹൈയിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇന്ത്യൻ മാർക്കറ്റും അതേ രീതിയിൽ പിന്തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകം ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് തന്നെയാണ്. ഇപ്പോൾ ഒരു ഗ്ലോബൽ ഫ്രണ്ടിൽ നോക്കുമ്പോൾ, ഒരു ആഗോള ഇതിൽ നോക്കുമ്പോൾ ഓഗസ്റ്റ് 27 ഒരു താരിഫ് ഡെഡ് ലൈൻ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിലും
ഇന്ത്യക്കെതിരെ, അതായത് റഷ്യൻ എനർജി വാങ്ങുന്നു എന്നുള്ള പേരിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കെതിരെ 20% പിഴ അല്ലെങ്കിൽ ഒരു അധിക തീരുവ കൂടി ചുമത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഓഗസ്റ്റ് ആദ്യം പ്രഖ്യാപിച്ചാണ്, പക്ഷേ അത് നടപ്പാക്കാൻ പോകുന്നില്ല. പ്രാബല്യത്തിലാകുന്ന ഓഗസ്റ്റ് 27 മുതൽ എന്നുള്ളതാണ് അറിയിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഓഗസ്റ്റ് 27 ശേഷം അത് നീട്ടിവെക്കുകയോ മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ പുനഃപരിശോധിക്കുകയോ ചെയ്യുന്നില്ലാത്ത പക്ഷം ഓഗസ്റ്റ് 27 ശേഷം ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് എത്തുന്ന ഉൽപ്പന്നങ്ങൾക്ക് 50%, ഓൾറെഡി ഒരു 25% റെസിപ്രോക്കൽ താരിഫ് ഓഗസ്റ്റ് 8 മുതൽ പ്രാബല്യത്തിലാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറകെ റഷ്യൻ എനർജി വാങ്ങുന്നതിൻ്റെ പേരിൽ ചുമത്തിയുള്ള പിഴ അധിക തീരുവ കൂടി വന്നതോടുകൂടി 50% എന്ന ഉയർന്ന നിലവാരങ്ങളിലേക്ക് പോകും. ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരു താരിഫ് ഉള്ളത് ഇപ്പോൾ നിലവിൽ ഇന്ത്യക്കാണ്. ചൈനയുമായിട്ട് നവംബർ വരെയുള്ള ഒരു സാവകാശം നൽകിയിട്ടുള്ളതിനാലും കാര്യങ്ങൾ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഓഗസ്റ്റ് 27 ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ, ഇതുമായി ബന്ധപ്പെട്ട ജിയോ പൊളിറ്റിക്കൽ വാർത്തകളൊക്കെ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്ത്യൻ മാർക്കറ്റിനെ പ്രത്യേകിച്ച് സ്വാധീനിക്കുന്നതാണ്. എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സെക്ടേഴ്സിലുള്ളവർ, എക്സ്പോർട്ട് ഓറിയൻറ്റഡ് സെക്ടേഴ്സിലെ സ്റ്റോക്കുകൾ കൈവശമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ റഷ്യ ഉക്രൈൻ വാർ സംബന്ധിച്ചുള്ള വാർത്തകളും ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ട്രംപ് സെലൻസ്കിയും തമ്മിലുള്ള മീറ്റിങ്ങുകൾക്ക് ശേഷം റഷ്യ ഉക്രൈൻ സംബന്ധിച്ചുള്ള ഒരു സംഘർഷത്തിൻ്റെ ഇനി അതിൽ സമാധാനത്തിൻ്റെ പാതയിലേക്ക് പോകുമോ എന്നുള്ള തുടർ നടപടികളെ സംബന്ധിച്ച് അനിശ്ചിതാവസ്ഥയോടെ നിൽക്കുന്നുണ്ട്. അപ്പം ഇന്നും ഇന്നലെയായിട്ടൊക്കെ പുതിയ ആക്രമണത്തിൻ്റെ ഒരു റിപ്പോർട്ടുകളും റഷ്യ ഉക്രൈൻ തമ്മിലൊരു ആക്രമണ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ റഷ്യ ഉക്രൈൻ്റെ ആ ഒരു സംഘർഷം ശമിക്കുന്നൊരു പ്രതീതിയാണ് നിലവിലുള്ളത്. അപ്പോൾ അതിന് മങ്ങലേൽക്കുന്ന രീതിയിലോ സംഘർഷം വ്യാപിക്കുന്ന രീതിയിലോട്ട് പോവുകയാണെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് US നമുക്കെതിരെ ഒരു അധിക തീരുവ ചുമത്തിയിട്ടുള്ള പശ്ചാത്തലത്തിൽ. അപ്പോൾ റഷ്യ ഉക്രൈൻ സംബന്ധിച്ചുള്ള വാർത്തകളും അവിടെ നടക്കുന്ന പീസ് ടോക്കുകളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രകടനം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ വിപണിയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായി മാറും. ഇപ്പോൾ പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ FIs കഴിഞ്ഞ തുടർച്ചയായ 8ാമത്തെ ആഴ്ചയിലും വീക്ക്ലി ബേസിസ് നോക്കുമ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ഓഹരിയിൽ വിറ്റുമാറുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ട്രേഡിംഗ് വീക്കിൽ നോക്കുമ്പോൾ 1560 കോടിയുടെ ഒരു സെല്ലിംഗാണ് നടത്തിയിട്ടുള്ളത്. സെല്ലിങ്ങിൻ്റെ ഒരു പേസ് അല്ലെങ്കിൽ ഒരു വിൽപ്പന സമ്മർദ്ദത്തിൽ ഒരു ചെറിയൊരു അയവ് വന്നിട്ടുണ്ടെന്ന് നമുക്ക് കാണാം. അപ്പം അതേസമയം മറുവശത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, മ്യൂച്വൽ ഫണ്ടുകൾ, ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ പോലെയുള്ള ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ലാഭേന്ദ്ര നിക്ഷേപ സ്ഥാപനങ്ങൾ തുടർച്ചയായ 18ാമത്തെ വ്യാപാര ആഴ്ചയിലും ഒരു നെറ്റ് ബൈയിങ് ആണ് നടത്തിയിട്ടുള്ളത്. 1358 കോടി രൂപയുടെ ഒരു നെറ്റ് ബൈയിങ് ആണ് കഴിഞ്ഞ വ്യാപാര ആഴ്ചയിൽ നടത്തിയിട്ടുള്ളത്. അപ്പം US ഫെഡറൽ റിസർവിൻ്റെ ഭാഗത്ത് നിന്നും ഒരു റേറ്റ് കട്ട് അമേരിക്കയിൽ പലിശ നിരക്ക് കുറയുമെന്നിട്ടുള്ള ഒരു സൂചനകൾ പുറത്ത് വന്നിട്ടുള്ളത് FIസിനെ സെല്ലിങ്ങിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഘടകം തന്നെയാണ്. US ബോണ്ടുകളുടെയും US ഡോളറിൻ്റെയും സൂചികയിലൊക്കെ വരുന്നൊരു തിരുത്തൽ തീർച്ചയായിട്ടും FI സെല്ലിങ്ങിനെയും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന ഘടകമാണെന്നുള്ളതിനാൽ ആ ഒരു നീക്കം സംഭവിക്കുന്നുണ്ട്. അത് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ഘടകമാണ്. കാര്യം FI സെല്ലിങ്ങാണ് മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു കൺസേൺ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിലൊരു ശമനം വരിക എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇച്ചിലൂടെ സ്റ്റെബിലിറ്റി കിട്ടാൻ പറ്റുന്ന ഒരു ഘടകമാണെന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഇനി നാലാമതായിട്ട് നോക്കുകയാണെങ്കിൽ F&O മന്ത്ലി എക്സ്പയറി ഈ ആഴ്ച വരുന്നുണ്ട്. അപ്പോൾ ഓഗസ്റ്റ് 28 മന്ത്ലി എക്സ്പയറി. അപ്പോൾ ഒരു വോൾട്ടാലിറ്റി അതിനോടനുബന്ധിച്ചുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 27 മാർക്കറ്റ് അവധിയാണ്. ഗണേശ ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ മാർക്കറ്റ് അവധിയായതിനാൽ 27 താരിഫ് ഡെഡ് ലൈൻ വരുന്നത്. NVIDIAയുടെ റിസൾട്ടിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റുകളൊക്കെ ഡേറ്റ് വരുന്നുണ്ട്. അപ്പോൾ 26 ചൊവ്വാഴ്ച വെള്ളിയാഴ്ച വിപണിയിൽ ഒരു ചാഞ്ചാട്ടം പ്രതീക്ഷിക്കുന്ന റോൾ ഓവർ ആക്ടിവിറ്റീസും ഒക്കെ ആക്റ്റീവ് ആകുന്നതിനാൽ 26-ാം തീയതിയിൽ ഒരു ചാഞ്ചാട്ടം പ്രതീക്ഷയിൽ F&O മന്ത്ലി എക്സ്പയറിയുമായി ബന്ധപ്പെട്ടുള്ള ചാഞ്ചാട്ടം പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് സൂചിപ്പിച്ചു വെക്കുന്നത്. ഇനി നമുക്ക് വിപണിയിൽ ഈ ഒരു പുതിയ വ്യാപാരാഴ്ചയിൽ ഇനി അല്ലെങ്കിൽ നിഫ്റ്റിയുടെ സാധ്യതകൾ നമുക്ക് നോക്കുകയാണെങ്കിൽ, അപ്പം കഴിഞ്ഞ ആഴ്ച നോക്കുമ്പോൾ നമുക്കൊരു ഒപ്റ്റിമിസ്റ്റിക് മൊമെൻറ്റം നമുക്ക് കണ്ടിന്യൂ ചെയ്തതായിട്ട് കാണാം. വ്യാഴാഴ്ച വരെ പറയുകയാണെങ്കിൽ ഇപ്പം നിഫ്റ്റി 25,153 വരെ പോയി വ്യാഴാഴ്ച ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതാണ്. പക്ഷേ ആ ഒരു സ്ട്രോങ് റാലി വ്യാഴാഴ്ച വരെ കാണിച്ചെങ്കിലും ആ ഒരു ശക്തമായിട്ടുള്ളൊരു പ്രതിബന്ധത്തെ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് സോണിനെ മറികടക്കാൻ നിഫ്റ്റിക്ക് കഴിഞ്ഞില്ലെന്നുള്ളതും നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്. പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ 25,669 മുതൽ 24,337 വരെ ഇപ്പോൾ നടന്ന റീസെൻറ്റ് കറക്ഷൻ്റെ ഒരു 61.8% ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ഏരിയ ആ ഒരു റെസിസ്റ്റൻസ് മറികടക്കാൻ നിഫ്റ്റിക്ക് കഴിഞ്ഞിട്ടില്ല. 25,160 നിലവാരങ്ങളിലായിരുന്നു ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ലെവൽ ഉണ്ടായിരുന്നത്. അപ്പോൾ 25,153, 154 വരെയാണ് നിഫ്റ്റി എത്തിയിട്ട് അവിടെ നിന്നാണ് ഒരു റിജക്ഷൻ സംഭവിച്ച് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് കടക്കുകയും വില്ലേജ് മാർക്കറ്റ് കടക്കുകയും ഒരു വിപണിയിൽ തിരിച്ചടി നേടുകയും സംഭവിച്ചത്. അപ്പം നോക്കുമ്പോൾ വെള്ളിയാഴ്ചത്തെ ഒരു ബെയറിഷ്
ക്യാൻഡിൽ സ്റ്റിക്കാണ് നമുക്ക് കാണാനാകുന്നത്. ലോങ് അപ്പർ ഷാഡോയും ഉണ്ട്. ആ ഒരു ഹയർ ലെവൽസിലുള്ള സെല്ലിംഗ് പ്രഷറിനെ സൂചിപ്പിക്കുന്ന ഒരു ഘടകം തന്നെയാണത്. ഇനി ഡെയിലി ചാർട്ടിൽ നോക്കുകയാണെങ്കിലും ഒരു നിഫ്റ്റി ഫോം ചെയ്തിരിക്കുന്ന ഒരു ഈവനിങ് സ്റ്റാർ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ്. അപ്പോൾ അതൊരു ബെയറിഷ് റിവേഴ്സലിൻ്റെ ഒരു ഇൻഡിക്കേറ്ററായിട്ട് വേണമെങ്കിൽ എടുക്കാം. അപ്പം അതായത് ഫിബൊനാച്ചി 61.8% ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ഏരിയ എന്നുള്ള റിജക്ഷനും ഈ ബിയറിഷ് റിവേഴ്സൽ ഇൻഡിക്കേറ്ററും നമുക്ക് കമ്പൈൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വിപണിയിൽ പ്രകടമായിരുന്നൊരു ബുള്ളിഷ് മൊമെൻറ്റത്തിന് ദുർബലപ്പെടുകയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു മുന്നിലുള്ള ഒരു പ്രതിബന്ധ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് മേഖലയെ മറികടക്കാൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ വിപണി വീണ്ടും ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് പോകും. അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് കാറ്റലിസ്റ്റ് മാർക്കറ്റിനെ ഉത്തേജിപ്പിക്കുന്ന ഒരു പോസിറ്റീവായിട്ടൊരു വാർത്തയോ ഘടകമോ എത്താതിരിക്കുന്ന ഒരു പക്ഷം വേണമെങ്കിൽ വീണ്ടും ഒരു കറക്ഷനിലൂടെ തിരുത്തലിലേക്ക് പോകാനുള്ള സാധ്യതയും അവിടെ ഉണ്ട്. അപ്പം 27-ന് US-ൻ്റെ ഭാഗത്തുനിന്നുള്ള അധിക തീരുവ ചുമത്തുമ്പോൾ അത് നീട്ടിവെക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെയാണ് ഒരു പ്രസക്തി വരുന്നത്. അങ്ങനെ എന്തെങ്കിലും നീട്ടിവെക്കുന്ന പോലത്തെ പുനഃപരിശോധിക്കുന്ന പോലത്തെ എന്തെങ്കിലും വാർത്തകൾ വരികയാണ് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അപ്പം ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പം കഴിഞ്ഞ ഒരു 6 ദിവസമായിട്ട് മാർക്കറ്റിലൊരു ഉണർവ് കാണിച്ചിരുന്നെങ്കിൽ പോലും നോക്കിയാണ് റീസെൻ്റ്ലി ഉണർവ് കാണിച്ചിരുന്നെങ്കിൽ പോലും RSI ഒരു 60 മാർക്ക് കട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. അപ്പം വീക്കിലി RSI ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 55.06 ലെവൽസിലാണുള്ളത്. ഇതൊരു ന്യൂട്രലായിട്ടുള്ളൊരു ഇതിൽ തന്നെയാണ് കാണിക്കുന്നത്. അപ്പം ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് നോക്കുമ്പോൾ നിഫ്റ്റിയുടെ ഈ ആഴ്ചയിലുള്ള പ്രധാനപ്പെട്ട സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 24,650 24,600 സോണാണ്. അതായത് 24,650 24,600 അതൊരു 100 ഡേ EMAക്ക് സമീപമുള്ളൊരു നിലവാരമാണിത്. അപ്പോൾ ഇതാണ് മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത്. ഇനി മറുവശത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 25,050 25,150 25,050 25,150 ആയിരിക്കും ഒരു കീ റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് പ്രവർത്തിക്കാൻ പോകുന്നത്. അപ്പം 25,50 25,150 മുകളിലേക്കോ 24,600 24,650 എന്നുള്ള ലെവൽ ഏത് ഭാഗത്താണോ ആദ്യം നിഫ്റ്റി ബ്രേക്ക് ചെയ്യുന്ന ആ ഒരു സൈഡിലേക്കുള്ള ഒരു ഡയറക്ഷണൽ മൂവിനുള്ള ഒരു ഡയറക്ഷൻ മൂവിനുള്ള സാധ്യതയാണ് കാണാനാകുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഒരു ബാലൻസ്ഡ് ഔട്ട്ലുക്കോടുകൂടി വേണം ഈ ആഴ്ച വിപണിയെ സമീപിക്കാനെന്ന് ഒരു ബാലൻസ് ഔട്ട്ലുക്കോടുകൂടി മാർക്കറ്റിനെ സമീപിക്കുന്നതായിരിക്കും ഈ ആഴ്ച അഭികാമ്യമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഒരു ഫ്രഷ് അഗ്രസീവ് ബൈങ് ഒന്നും ഇപ്പം 25,150 ഡിസിസീവിൽ നിഫ്റ്റി മറികടക്കാത്ത പക്ഷം ഒരു അഗ്രസീവ് ബൈങ് ഒന്നും നമുക്ക് ഈ സമയത്ത് അഭികാമ്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച്, സെലക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്ക് സ്പെസിഫിക് അപ്രോച്ച് തുടരുന്നതായിരിക്കും നല്ലത്. സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ഒരു കോഷ്യസ് ഒപ്റ്റിമിസം തുടരാമെന്ന് തന്നെ കരുതുന്നു. 25,150 25,150 എന്നുള്ള ആ ഒരു റെസിസ്റ്റൻസ് ഓൺ ബ്രേക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള സൂക്ഷ്മം പിന്തുടരുകയും വേണം. ഇത്രയുമാണ് സൂചിപ്പിക്കാനുള്ള ഒരു സെബി രജിസ്ട്രേഷൻ അനലിസ്റ്റ് എന്നുള്ള മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസ് ഷെയർ എന്ന് മാത്രം. ഇപ്പം വരുന്ന ഒരാഴ്ച അവർക്ക് നല്ലതാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.